പോകുന്നത് മലയാളം. മലയാളത്തിൽ നമ്മൾ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞ് ഞാനിവിടെ എഴുതട്ടെ. റ പഠിച്ചു. ഓക്കെ, റ വെച്ചിട്ട് എന്ത് പഠിച്ചു? പറ. നെല്ലളക്കാൻ പറ വേണം. ഓക്കെ, പിന്നെ റ കഴിഞ്ഞിട്ട് ഏതക്ഷരം പഠിച്ചു? ഞാൻ പഠിച്ചു. വെരി ഗുഡ്. റ എഴുതാൻ ചേർത്തിട്ട് വേറൊരു റ കൂടി എഴുതിയാൽ എന്തായി? ഞാൻ വെച്ചിട്ട് എന്ത് പഠിച്ചു? നഖം. ഓക്കെ, പിന്നെ നമ്മൾ ഏതക്ഷരം പഠിച്ചു? രാ. വെരി ഗുഡ്. രാ വെച്ചിട്ട് എന്താണ് പഠിച്ചത്? രഥം. ഓർക്കുന്നില്ലേ? പണ്ട് കാലത്ത് രാജാക്കന്മാര് സഞ്ചരിച്ചിരുന്ന വാഹനാണ് രഥം. ഓക്കെ, രാ കഴിഞ്ഞിട്ട് ഏതക്ഷരം പഠിച്ചു? ത. ഏതക്ഷരം പഠിച്ചു? ത. ത വെച്ചിട്ട് എന്ത് പഠിച്ചു? തല. നമ്മുടെ മുടി വളരുന്ന ഒരു ഭാഗമാണ് തല. ഓക്കെ, പിന്നെ ഏതക്ഷരം പഠിച്ചു? പ. ഏതക്ഷരം പഠിച്ചു? പ. പ വെച്ചിട്ട് എന്ത് പഠിച്ചു? നമ്മൾ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കളിക്കോപ്പ് എന്താണ്? പന്ത്. വെരി ഗുഡ്. അപ്പൊ നമ്മള് 3 അക്ഷരങ്ങൾ പഠിച്ചു അല്ലെ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം വ. ഒന്ന് പറഞ്ഞേ, വ. നമ്മൾ ഏതക്ഷരം പഠിക്കാൻ പോകുന്നത്? വ. ഒന്ന് പറഞ്ഞേ, വ. വ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, ഒരു വലിയ റ എന്ന അക്ഷരം എഴുതാം, എന്നിട്ട് സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് ഒരു വര. വ. ഓക്കെ, ഇത് പ, ഇത് പ, ഇത് വ. പ എങ്ങനെ എഴുതാ? ഒരു കുഞ്ഞു റ, സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് ഒരു വര. വ എങ്ങനെ? ഇത് പ ആണ്, ഇത് വ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിന് കുഞ്ഞു റ, ഇതിന് വലിയ റ. പിന്നെ ഇവിടെ ഒരു സ്മോൾ സ്ലീപ്പിംഗ് ലൈൻ ആണ്, ഇവിടെ എന്താ? ഒരു ബിഗ് സ്ലീപ്പിംഗ് ലൈൻ ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, വ എങ്ങനെ എഴുതാ? വലിയൊരു റ, എന്നിട്ട് സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് ഒരു വര. ഇതാണ് വ. ഇതാണ് വ. ഒന്ന് പറഞ്ഞേ, ഇതാണ് വ. ഓക്കെ, ഇത് പ, ഇത് വ. വ എങ്ങനെ എഴുതാ? ഒരു വലിയ റ വരയ്ക്ക, എന്നിട്ട് ഒരു കുഞ്ഞു സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് ഒരു വര. എന്തായി? വ. എന്തായി? വ. ഓക്കെ, ഇനി നമുക്ക് വ വെച്ചിട്ട് ഒരു വാക്ക് പഠിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? ഈ മീനൊക്കെ പിടിക്കുന്ന, ഈ പുഴയിലും കടലിലൊക്കെ മീൻ പിടിക്കുന്ന എന്ത് വെച്ചിട്ടാണ്? വല. വെരി ഗുഡ്. നിങ്ങള് വലയിൽ മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് വ വെച്ചിട്ട് പഠിക്കാനുള്ളത് എന്താ? വ, വല. ഞാൻ ചിത്രം കാണിച്ചു തരാം. ഇതാണ് വല. കണ്ടോ? ഇവിടെ തോണിയിൽ നിന്നിട്ട് ഒരു തോണിക്കാരൻ കണ്ടോ വല എറിഞ്ഞിട്ട് മീൻ പിടിക്കുന്നത് കണ്ടോ? ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏതക്ഷരം പഠിച്ചേ? വ. ഏതക്ഷരം പഠിച്ചേ? വ. വ വെച്ചിട്ട് എന്ത് പഠിച്ചു? മീൻ പിടിക്കാൻ വല വേണം. നമ്മൾ എന്ത് പഠിച്ചു? വ, വല. ഓക്കെ, വ എങ്ങനെ എഴുതാ? വ എങ്ങനെ എഴുതാ? ഒരു വലിയ റ, എന്നിട്ടൊരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ, എന്നിട്ട് മുകളിലോട്ട് ഒരു വര. ഇതാണ് വ. ഇനി ഞാൻ ബോർഡില് വ വരുന്ന 3 വാക്കുകൾ എഴുതാൻ പോവാണ്. അതില് വ എന്ന അക്ഷരം ഏതാ നിങ്ങളൊന്ന് പറയണം. ഞാൻ എഴുതാൻ പോവാണേ. വനം. വനം. വനം എന്ന് പറഞ്ഞാൽ എന്താ? കാടിനെയാണ് വനം എന്ന് പറയാം. ഓക്കെ, അടുത്തത് വഞ്ചി. വഞ്ചി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അടുത്തത് വയൽ. ഓക്കെ, വനം, വഞ്ചി, വയൽ. ഫസ്റ്റ് വൺ വനം. ഇതിൽ വ എന്ന അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? വ ഏതാണ്? വെരി ഗുഡ്. ഇതാണ് വ. ഓക്കെ, അടുത്തത് വഞ്ചി. വഞ്ചിയിൽ വ എന്ന അക്ഷരം നിങ്ങൾ കാണുന്നുണ്ടോ? വെരി ഗുഡ്. ഇതാണ് വ. ഓക്കെ, അടുത്തത് വയൽ. ഇതിൽ വ എന്ന അക്ഷരം കാണുന്നുണ്ടോ? ഇതാണ് വ. ഓക്കെ, വനം, വഞ്ചി, വയൽ എന്നൊക്കെ വ എന്ന അക്ഷരം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് ഒരു പാട്ട് പാടി നോക്കിയാലോ? ഓക്കെ, വനം കഴിഞ്ഞാൽ വയലുണ്ട്, വയലിനപ്പുറം നദിയുണ്ട്, നദിയിൽ നിറയെ മീനുണ്ട്, മീൻ പിടിക്കാൻ വലയുണ്ട്, വഞ്ചിയെടുത്ത് തുഴഞ്ഞാലോ. ഒന്നുകൂടെ ഒന്ന് പാടിയാലോ? വനം കഴിഞ്ഞാൽ വയലുണ്ട്,
വയലിനപ്പുറം നദിയുണ്ട്. നദിയിൽ നിറയെ മീനുണ്ട്. മീൻ പിടിക്കാൻ വലയുണ്ട്. വഞ്ചിയെടുത്ത് തുഴഞ്ഞാലോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ. വനം കഴിഞ്ഞാൽ വയലുണ്ട്. വയലിനപ്പുറം നദിയുണ്ട്. നദിയിൽ നിറയെ മീനുണ്ട്. മീൻ പിടിക്കാൻ വലയുണ്ട്. വഞ്ചിയെടുത്ത് തുഴഞ്ഞാലോ. ഈ പാട്ടിൽ ഒരുപാട് വ എന്ന അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകൾ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിൽ പേജ് നമ്പർ 67 കണ്ടോ. എന്ത് കൊടുത്തിട്ടുണ്ട്? വ എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? വല. വെരി ഗുഡ്. ഇവിടെ വ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കളർ ചെയ്ത് മനോഹരമാക്കുക. ഓക്കെ, പിന്നെ ഇവിടെ താഴെ വ എന്ന അക്ഷരം എഴുതാൻ കള്ളികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വ എന്ന അക്ഷരം വൃത്തിയായിട്ടൊന്ന് എഴുതുക. ആദ്യം സ്ലേറ്റിൽ എഴുതുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയില്ലേ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ. ഓക്കെ, വനം കഴിഞ്ഞാൽ വയലുണ്ട്. വയലിനപ്പുറം നദിയുണ്ട്. നദിയിൽ നിറയെ മീനുണ്ട്. മീൻ പിടിക്കാൻ വലയുണ്ട്. വഞ്ചിയെടുത്ത് തുഴഞ്ഞാലോ. ഈ പാട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.